ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എവിടേക്കാണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ 0-ൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അല്ലേ. എക്സ് ലെസ് ദാൻ 0 വന്നാൽ ഇത് യൂസ് ചെയ്യണം, എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ഇത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 0-ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. കാരണം 0-ലാണ് സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 0-ൽ മാത്രമേ നമുക്ക് ഡൗട്ടുള്ളൂ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിന്യൂസ് ആണ്, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. 0-ൽ എന്ത് സംഭവിക്കുന്നു അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ 0-ൽ കണ്ടിന്യൂസ് ആണോ എന്ന് അറിയണമെങ്കിൽ 0-ലുള്ള ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഞാൻ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് വൺ എഴുതണോ സെക്കൻഡ് വൺ എഴുതണോ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരും, ശരിയല്ലേ? സൈൻ എക്സ് ബൈ എക്സ് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ? ഇത് 11th സ്റ്റാൻഡേർഡ് മാത്സിൽ തിയറം പോലെ പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, അത് 0 മൈനസ് ആയാലും 0 പ്ലസ് ആയാലും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അത് 11th സ്റ്റാൻഡേർഡിൽ തിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 1. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഏതാ എഴുതണ്ടേ? 0 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് 0-നേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ്. ഇപ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ് ശരിയാവുന്നത് അല്ലേ. 0 പ്ലസ് എഫ് ഓഫ് എക്സ് എഴുതേണ്ടത് എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 ആണ്. നമ്മൾ നേരെ എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 വരും. 0 പ്ലസ് 1 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ റൈറ്റ് ലിമിറ്റ് എന്ന് കിട്ടി. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ ആകുമ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത് അല്ലേ. അപ്പോൾ 0 മൈനസിലുള്ള എഫ് ഓഫ് എക്സ് കണ്ടു, 0 പ്ലസ്സിലുള്ള എഫ് ഓഫ് എക്സ് കണ്ടു. ഇനി നമ്മൾ എഫ് ഓഫ് 0യും കൂടി കാണാൻ പോവാണ്. 3 ആൾക്കാരും സെയിം ആണെങ്കിൽ കണ്ടിന്യൂസ് ആണല്ലോ അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് 0 ആയിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടും? എക്സിൻ്റെ വാല്യൂ കറക്റ്റ് 0 ആയിക്കഴിഞ്ഞാൽ. ഈ രണ്ടാമത്തെ കേസിൽ എക്സ് ഈക്വൽ ടു 0 ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് 0 വരുമ്പോൾ എക്സ് പ്ലസ് 1 ആണ് നമ്മളെ ഫംഗ്ഷൻ അല്ലേ, ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് 0 കാണണമെങ്കിൽ ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കാം, എക്സ് പ്ലസ് 1-ൽ എക്സിന് 0 കൊടുക്കാം. 0 പ്ലസ് 1 1 കിട്ടും. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്, എഫ് ഓഫ് 0യും 1 ആണ്. 3ഉം ഈക്വൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സിൽ 0 മൈനസിലും 0 പ്ലസ്സിലും 0-യിലും സെയിം വാല്യൂ ആണ്. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ 0 മാത്രമേ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. എപ്പോഴും ഇതുപോലത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് മാത്രമേ ഡൗട്ട്ഫുള്ളുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടിന്യൂസാണ്. അപ്പോൾ 0-ലും കണ്ടിന്യൂസ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെന്താണ്? നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വേണം എഴുതാനായിട്ട്. കാരണം ക്വസ്റ്റ്യൻ ഫൈൻ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ്? എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, 0 ഉൾപ്പെടെ. അപ്പോൾ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ അത്.